ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് ഞങ്ങൾ കോട്ടയംകാരുടെ സിഗ്നേച്ചർ ഡിഷ് ആയിട്ടുള്ള കോട്ടയം മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായി ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കാം. അത് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഒത്തിരി ഒന്നും വഴണ്ട് മൂത്തൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങൾക്ക് അറിയാമായിരിക്കല്ലോ, ഇതിലേക്ക് കൊച്ചുള്ളി മല്ലിപ്പൊടി ഒന്നും ചേരാത്തത് കൊണ്ട് തന്നെ ഇത് കേടാവത്തില്ല. ഒരാഴ്ച വരെ ഇത് കേടാവത്തില്ല. പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. രാവിലെ എടുത്തൊന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി. പക്ഷേ കറിയുടെ ഗ്രേവിക്കൊന്നും ഒരു കൊഴുപ്പ് കുറവും ഇല്ല കേട്ടോ. നല്ല കൊഴുത്ത ഗ്രേവി ആയിരിക്കും ഞങ്ങളുടെ ഇവിടുത്തെ മീൻകറി എന്ന് പറഞ്ഞാല്. ഇപ്പം നമ്മുടെ ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതേ കണ്ടില്ലേ, ഇത്ര മൂപ്പ് മതി. ഈ മുളക് പൊടി ചേർക്കുമ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി തന്നെയോ അല്ലെങ്കിൽ ഇതിനോട് മിക്സ് ചെയ്തോ ചേർക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയും കാശ്മീരിയും മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഈ പൊടികൾ ചേർത്ത് കഴിയുമ്പം തീ സിമ്മിലാക്കിയിട്ട് പൊടികളൊന്നും തന്നെ കരിഞ്ഞു പോകാതെ പയ്യെ വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്കൊരു 4 അല്ലി കുടംപുളി കുറച്ച് വെള്ളത്തിൽ കഴുകി കുറച്ച് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് എടുത്ത് വെക്കുക. അത് നമുക്ക് ആവശ്യമുണ്ട് വെള്ളം അടക്കം. ഈ പൊടിയെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ആ പുളി നമ്മൾ വൃത്തിയാക്കി പുളി എടുത്ത് വെച്ചിട്ടില്ലേ, ആ വെള്ളത്തോട് കൂടി വേണം നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഈ തീയെല്ലാം ഞാൻ കുറച്ച് വെച്ചിട്ട് ഈ പൊടി ഒന്ന് വഴറ്റിയെടുക്കാണ്. എന്റെ കുട്ടിക്കാലത്തൊക്കെ സൺഡേ ഞങ്ങൾക്ക് കപ്പയും മീൻകറിയാണ് രാവിലെ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു എന്തിനാ ഈ സൺഡേ രാവിലെ തന്നെ ഈ കപ്പയും ഇതിന്റെ കൂട്ടത്തിൽ എന്തിനാ ഈ മീൻകറി. എന്റെ അച്ഛന്റെ ഫേവറേറ്റ് ആണത്. പക്ഷെ ഇപ്പൊ ഒക്കെ നമ്മളും അതേ ട്രഡീഷണലായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് അതിന്റെയൊക്കെ ഒരു വില മനസ്സിലാവുന്നത്. അന്നൊന്നും ഇതൊന്നും ഇഷ്ടമല്ല. ഈ മത്തിയൊന്നും എനിക്ക് ഇഷ്ടമേ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പൊ മത്തി വറുത്തൊക്കെ കണ്ട വിടുവോ. ഇപ്പം മുളക് പൊടി എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പുളിവെള്ളവും പുളിയും കൂടെ ഉള്ളത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മീൻകറിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ. മുളക് നന്നായി വഴണ്ട് നല്ല റെഡ് കളറാവും. അതോടൊപ്പം തന്നെ ഇത് കരിഞ്ഞു പോകത്തുമില്ല. ഇനി നമുക്ക് ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിടുക കേട്ടോ. എന്റെ ഈ മീൻകറിക്ക് ഇത് കറക്റ്റ് ആയിരുന്നു. രണ്ടാമത് ഉപ്പൊന്നും ചേർക്കേണ്ടി വന്നില്ല. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് തന്നെ ചേർക്കുക. ഞങ്ങളുടെ ഈ മീൻകറി എന്ന് പറഞ്ഞാൽ നല്ല എരിവും നല്ല ഉപ്പും പുളിയെല്ലാം പിടിച്ച കഷ്ണങ്ങളുമായിരിക്കും. അതുകൊണ്ട് പുളിയൊക്കെ എനിക്കൊരു ഇച്ചിരി മുന്നിൽ നിൽക്കണം കേട്ടോ. നിങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ കറി റെഡിയായി കഴിയുമ്പോൾ പുളി എടുത്ത് മാറ്റണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി തിളയ്ക്കണം. നല്ല വെട്ടി തിളച്ച് കഴിയുമ്പോൾ വേണം നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. എപ്പോഴും ഞങ്ങൾ കോട്ടയം സ്റ്റൈൽ മീൻകറി നമ്മൾ ചെറിയ മീനുകളെല്ലാം തന്നെ വെക്കുമെങ്കിലും ദശക്കട്ടിയുള്ള മീനുകളാണ് ഈ മീൻകറിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. എനിക്കതാണ് ഇഷ്ടം. നന്നായി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നന്നായി തിളയ്ക്കണം. അതിനുശേഷം വേണം നമ്മൾ തീ കുറച്ച് വെച്ച് ഈ ചാറെല്ലാം വറ്റിച്ചെടുക്കാൻ. ഞാനിവിടെ കേരമീനാണ് എടുത്തിരിക്കുന്നത്. കേര, മോത, ചൂര, അതിനെല്ലാം ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ മുളകിട്ട കറിയാണ്, മല്ലിപ്പൊടി ഒന്നും ചേർക്കാതെ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കറി ഇങ്ങനെ വെക്കത്തുള്ളൂ. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കായംകുളത്തേക്കാണ്. എന്റെ ഹസ്ബൻഡിന് ഇപ്പം മീൻകറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കോട്ടയം മീൻകറിയാണ് പുള്ളിക്ക് ഇഷ്ടം. ഞാൻ മല്ലിപ്പൊടി എടുത്തതെന്ന് ചോദിക്കും പറയും ഇട്ട് നശിപ്പിക്കല്ലേടി എന്ന് പറയും. അതുകൊണ്ട് ട്രൈ ചെയ്യാത്തവര് മസ്റ്റ് ട്രൈ ആണ് ഈ ഐറ്റം. നിങ്ങൾ പിന്നെ ഇങ്ങനെ മീൻകറി വെക്കത്തുള്ളൂ. ഇനിയിപ്പൊ നന്നായി ഇതന്നെ തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് വറ്റിച്ചെടുക്കാം. അടച്ച് വെച്ച് നന്നായി തിള വരുന്നുണ്ട്. ഇനി ഇത് വറ്റി കുറുകി വരണം അല്ലേ. ചാറൊക്കെ ഇനി കുറുക്കുന്നുള്ള നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കിവിടെ നന്നായിട്ട് കുറുകി അധികം ചാറില്ലാത്തതാണ് ഇഷ്ടം. ഇച്ചിരി ചാറ് വേണമെങ്കിൽ കുറച്ച് മുമ്പേ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്തെടുക്കാം. വേണ്ടില്ലേ, കപ്പയൊക്കെ കഴിക്കാൻ ഈ കഷ്ണം ഒന്നും വേണമെന്നില്ല, ഈ ചാറ് മാത്രം മതി. നല്ല പെർഫെക്റ്റ് മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി തൂവി ഇത് ഓഫ് ചെയ്യാം. അത് ചേർത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതോടുകൂടി നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടണേ. അപ്പോൾ ഈസി അല്ലേ വീഡിയോ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നാളെ വേറൊരു വീഡിയോയിലൂടെ ഇനിയും കാണാം. ബൈ.